കൂടി നമ്മൾ ഫെയിൽ ആയാൽ, 2 എക്സാം അടിച്ച് ഫെയിൽ ആയാൽ നമ്മൾ ഇയർ ബാക്ക് ആവും. കോഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഔട്ട് ആവും. അതായത് നമുക്ക് ഒരു എക്സാം, ഒരു സബ്ജക്ട് നമുക്ക് 4 തവണ മാത്രമേ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്നെന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം നമുക്ക് എന്താണ് MBBS എന്ന് പലർക്കും അറിയില്ലായിരിക്കും. അതായത് നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കാണും, പക്ഷെ നമുക്ക് MBBS എന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അതായത് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എക്സാംസ്, അറ്റൻഡൻസ്, അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ പല കാര്യങ്ങളും ഞാൻ വൺസ് MBBSന്റെ പകുതി ആയപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ അറിയാത്ത കുറെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അതേ സെയിം ടൈം കുറെ പേർക്ക് MBBSനെ കുറിച്ച് അറിയായിരിക്കും. കാരണം നമ്മുടെ കസിൻസോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ മെഡിസിൻ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ചിലർക്ക് ഒരു ധാരണയുണ്ടാവും, പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കുലം മാറിയിട്ടുണ്ട്. അതായത് 2018 ബാച്ച് വരെയായിരുന്നു പഴയ കരിക്കുലം ഉണ്ടായിരുന്നത്. 19 ബാച്ച് തൊട്ട് പുതിയ കരിക്കുലാണ്. അതായത് നമ്മൾ CBME കരിക്കുലം എന്ന് പറയും. അപ്പൊ പുതിയ കരിക്കുലാണ്. അപ്പം പുതിയ കരിക്കുലത്തിന്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുക. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ എത്ര സബ്ജക്റ്റ് ഉണ്ട് എന്നാണ് അല്ലെ. അപ്പം സബ്ജക്ട് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം 3 സബ്ജക്റ്റ് ആണുള്ളത്: അനാറ്റമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. അപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകൾക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവുക അനാറ്റമിയാണ്. പിന്നെ ഫിസിയോളജി, അനാറ്റമിയിൽ ആക്ച്വലി നമ്മൾ പഠിക്കുന്ന എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ശരീരത്തിന്റെ നെർവ്, ആർട്ടറി, മസിൽ, അത് ഇത്, അതിന്റെ ഒറിജിൻ, ഇൻസെർഷൻ, ഒരു ഓർഗന്റെ മീഡിയല്, ലാറ്ററല്, ആന്റിറിയലൊക്കെ കാണുന്ന വേറെ വേറെ ഓർഗൻസ്, ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് എന്ന് പറഞ്ഞാൽ അനാറ്റമിയിൽ ഒരു ബേസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എനിക്ക് അനാറ്റമി ആയിരുന്നു കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. അതുകൊണ്ട് ഇന്നും എനിക്ക് അനാറ്റമിയിൽ ഒരു ബേസ് ഇല്ല. അപ്പൊ അനാറ്റമിയിൽ ബേസ് ഉണ്ടാക്കിയിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫിസിയോളജി ആണ്. അത് ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ ഫിസിയോളജിക്കൽ പ്രോസസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു RBCന്റെ പ്രൊഡക്ഷൻ, അങ്ങനത്തെ കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെയാണ്. ചിലർക്ക് ഫിസിയോളജി ഒട്ടും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആയിരുന്നു ഫിസിയോളജി. എനിക്ക് അതിനെ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റും എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഫിസിയോളജിയും കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നെ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ നോട്ട്സും ഭയങ്കര യൂസ്ഫുൾ ആയി. കാരണം ഞാൻ ഉണ്ടാക്കിയ നോട്ട്സിന് അപ്പുറത്ത് എനിക്ക് ഇന്നുവരെ ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. എല്ലാ നോട്ട്സിനുള്ളിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കുക. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഫിസിയോളജി എളുപ്പമായിരുന്നു. പിന്നെയുള്ള സബ്ജക്ട് ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു വർഷവും നമുക്ക് ഒരു സബ്ജക്ട് നല്ല ടഫ് ആയിരിക്കും, ഒരു സബ്ജക്ട് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കും, വേറൊരു സബ്ജക്ട് നമുക്ക് ഒഴിവാക്കും. നമ്മുടെ എല്ലാ വർഷവും അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടാവും. എന്തോ കാരണം കൊണ്ട് നമ്മൾ ഒരു സബ്ജക്റ്റിനെ വെറുതെ ഒഴിവാക്കും. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. കാരണം ബുദ്ധിമുട്ടാണോന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് കുറച്ചുകൂടി ഇതിലെന്ന് പറയുന്നത് ഈ സൈക്കിൾസ് ഉണ്ടാവും, പിന്നെ ഫ്ലോ ചാർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. കുറച്ചുകൂടി ബൈഹാർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്ട് തന്നെയായിരിക്കും ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. കാരണം സൈക്കിൾസ് എന്ന് പറഞ്ഞാല് ഈ ക്രബ് സൈക്കിള്, പിന്നെ ഫ്ലോ ചാർട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, ഗ്ലൈക്കോനിയോജെനിസിസ്, ഗ്ലൂക്കോജെനിസിസ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഓരോന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രോസസ് ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണത്. ഒരു സബ്ജക്റ്റ് ആണത്. അപ്പം അതാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിരിക്കും. കാരണം നമുക്ക് ഒത്തിരി ഭയങ്കര സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കും നമുക്ക് അവൈലബിൾ ആണ്, എന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, പക്ഷെ എല്ലാവരുടെ കയ്യിലും ഒരു സിമ്പിൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ ഏതൊക്കെ ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അനാറ്റമി പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ യൂസ് ചെയ്യാം. അനാറ്റമി ആണല്ലോ കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ 3 സബ്ജക്റ്റും പഠിച്ചു പോകേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ പ്രാക്ടിക്കലും ഉണ്ടാവും. പ്രാക്ടിക്കൽ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ അനാറ്റമിയുടെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചുകൂടി ഈ രസമാണ്. ഒന്ന് ഡിസെക്ഷൻ ഉണ്ടാകും. ഡിസെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കെഡാവർ മുറിക്കുക, നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പാർട്സ് ഒക്കെ മനസ്സിലാക്കി, ഇതൊക്കെയാണ് ഡിസെക്ഷൻ. പിന്നെ അത് എക്സാമിന് വെക്കും. ഓരോ ഓർഗൻ വെച്ച് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ഉണ്ട്. അനാറ്റമി പ്രാക്ടിക്കൽ ഭയങ്കര ഫസ്റ്റാ. എനിക്ക് ഇന്ന് ഫൈനൽ ഇയർ ആയിട്ട് പോലും
എനിക്ക് ഇപ്പോഴും അനാട്ടമി എന്ന് പറയുമ്പോൾ എനിക്ക് ശരി ടെൻഷൻ. അനാട്ടമിയുടെ പ്രാക്ടിക്കലിന് തിയറിനേക്കാളും പഠിക്കാനുണ്ട്. ഒരു സബ്ജക്ട് പോലും ഇന്ന് വരെ തിയറിയേക്കാൾ പ്രാക്ടിക്കൽ പഠിക്കുന്നതില്ല. പക്ഷെ അനാട്ടമി അങ്ങനെയാണ്, തിയറിക്ക് പഠിക്കുന്നതിനപ്പുറത്ത് പ്രാക്ടിക്കലിന് പഠിച്ചിട്ട് പോകണം. ബാക്കി എല്ലാ സബ്ജക്റ്റും ഇന്ന് വരെ ഫൈനൽ ഇയർ ഉൾപ്പെടെ തിയറിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. പ്രാക്ടിക്കലിന് അവിടുന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ പഠിക്കും. പക്ഷെ അനാട്ടമി അങ്ങനെയല്ല, അതൊരു കടലാണ് ഗൈസ്. രണ്ടാമത് ഫിസിയോളജിയുടെ പ്രാക്ടിക്കലും കുറച്ചുകൂടി എളുപ്പമാണ്. ഫിസിയോളജിയുടെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ BP ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, അബ്ഡോമിനൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫിസിയോളജിന്റെ പ്രാക്ടിക്കലിൽ വരുന്നത്. ഇനി ബയോകെമിസ്ട്രിന്റെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ യൂറിൻ അനാലിസിസ് ഒക്കെ. അപ്പൊ സ്വന്തം യൂറിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ യൂറിൻ അനാലിസിസ് എക്സാമിന് അവർ പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത സമയം നമ്മൾ നമ്മുടെ യൂറിൻ എടുത്തിട്ടാണ് എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ശരിക്കും അതൊക്കെ ഒരു രസമാണ് ഈ പ്രാക്ടിക്കൽ ഹവർ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ബയോകെമിസ്ട്രിയിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ എക്സാം പാറ്റേൺസിനെ കുറിച്ചാണ്. സോ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 2018 ബാച്ചിൽ വരെ ഒരു പാറ്റേണും 19 തൊട്ടുള്ള ഇങ്ങോട്ടുള്ള എല്ലാ ബാച്ചുകാർക്കും വേറൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ പാറ്റേൺ മാറിയോണ്ടുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാല്, അവർക്ക് അതായത് പണ്ടുള്ള പാറ്റേണിൽ 50 മാർക്ക് വരെയൊക്കെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ 2 പേപ്പർ ഉണ്ടെങ്കിൽ, ഒരു സബ്ജക്റ്റിന് 2 പേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ 200 മാർക്കിന്റെ പരീക്ഷയാണ് എഴുതുന്നത്. അപ്പം ആ ഒരു വലിയ ഡിഫറൻസ് ആണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ്, അതായത് നമുക്ക് ചില സബ്ജക്റ്റിന് ഇപ്പൊ അനാറ്റമിക്കൊക്കെ 2 പേപ്പർ ഉണ്ട്. അപ്പൊ അനാറ്റമിയുടെ 2 പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിന് നമ്മൾ 100-ലും മറ്റൊരു സബ്ജക്റ്റ് നമ്മൾ 100-ലുമാണ് എഴുതുന്നത്. അപ്പം ഇത്രയും എന്താ പറയാ, കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനും ഉണ്ട്, കൂടുതൽ മാർക്കിന് പരീക്ഷ എഴുതുന്നുമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് CBME കരിക്കുലത്തിനെ കുറിച്ചാണ്. CBME കരിക്കുലം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇൻട്രൊഡ്യൂസ് ചെയ്ത കരിക്കുലാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഇവര് കുറച്ചുകൂടി ക്ലിനിക്കലി നമ്മളെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത്. ആ പാറ്റേണിന്റെ ഭാഗമായിട്ട് എക്സാംസിന്റെ മാർക്കൊക്കെ കൂടിയിട്ടുണ്ട്. എന്റെ മാർക്കല്ല, എക്സാം, അതായത് മൊത്തത്തിൽ 50 മാർക്കിന്റെ എക്സാം 200 മാർക്കിലേക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ചും കൂടി അതായത് ഇപ്പം ചില കോളേജിൽ സ്കിൽ ലാബ്സ് ഉണ്ട്, പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷെ അണ്ടർ CBME കരിക്കുലം നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരു കോളേജ് അത് കുട്ടികൾക്ക് കൊടുക്കണം. കാരണം നമുക്ക് ലോഗ് ബുക്കും കാര്യങ്ങളും ഉണ്ട്. ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം, ചെയ്ത് പഠിച്ചിരിക്കണം. അപ്പൊ അതൊരു കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഈ സ്കിൽ ലാബ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് എന്റെ കോളേജ് തന്നെ. കാരണം അത് കട്ടപ്പുറത്തിരിക്കുന്ന ഒരു മാനിക്യൂരും കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ ഇപ്പം അതൊരു കമ്പൽസറി ആയതുകൊണ്ട് തന്നെ അത് പുറത്തെടുത്ത് നമ്മൾ പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നിച്ചു. പിന്നെ ഇപ്പൊ ടീച്ചേഴ്സും പറയും, ബാക്കിയുള്ള ആൾക്കാരെക്കാളും ഇപ്പൊ നിങ്ങൾ CBME കുട്ടികൾക്കാണ് കുറച്ചുകൂടി ക്ലിനിക്കൽ എക്സ്പോഷർ അല്ലേ, അപ്പൊ നമ്മൾ കുറച്ചും കൂടി പേഷ്യൻസിനെ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. എക്കോം പോലത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. എക്കോം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഈ എത്തിക്സും ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പ്രസന്റേഷൻ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. ക്ലാസ്സിൽ 100 കുട്ടികൾ, 250 കുട്ടികൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രസന്റേഷൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ചില സബ്ജക്റ്റിലെല്ലാം പ്രസന്റേഷനും വരും. അപ്പം അതാണ് അതിനെ കൊണ്ടുള്ള മെച്ചം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഇപ്പൊ ഭയങ്കര സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ചുകൂടി യൂസ്ഡ് ആവും ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുക. ഏത് ലാംഗ്വേജിലാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ മെജോറിറ്റിയും ഇംഗ്ലീഷിൽ തന്നെയാണ് എടുക്കുക. പക്ഷെ ചില ഫാക്കൽറ്റി മലയാളത്തിൽ എടുക്കുന്ന കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മലയാളത്തിൽ പറയാം. പിന്നെ ക്ലാസ്സിൽ എപ്പോഴും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവർക്കും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും പ്രസന്റ് ചെയ്യുക. ജസ്റ്റ് PPT വായിക്കുക, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് CBME കരിക്കുലത്തിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന എക്സാമിന്റെ പാസ് പെർസെന്റേജിനെ കുറിച്ചാണ്. അത് അറിഞ്ഞിരിക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ആ സാധനം. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ 50-50 റൂളാണ്. 50-50 റൂൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മാർക്കിന്റെ ഹാഫ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം പാസ് ആവാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു റൂള്. അതായത് 100 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ 50 മാർക്ക് വേണം നമ്മൾ ആ തിയറി പേപ്പർ പാസ്സാവാൻ. 100 മാർക്കിന്റെ പ്രാക്ടിക്കൽ ആണെങ്കിൽ 50 മാർക്ക് വേണം നമ്മൾ പ്രാക്ടിക്കൽ പാസ്സാവാൻ. രണ്ടും കൂടി തിയറിയുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും കൂടി സം ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 കിട്ടുകയും വേണം. അപ്പം ഇതായിരുന്നു മുമ്പത്തെ റൂള്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 40-60 റൂളാണ്. 40-60 റൂൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്നിന് 50, കഴിഞ്ഞ വർഷം 50 ആയിരുന്നു മിനിമം വേണ്ടത്, ഇപ്പൊ അത് 40 ആയാലും കുഴപ്പമില്ല.
അതായത് 50 താഴെ ഇറങ്ങിപ്പോയാലും മാർക്ക് കുഴപ്പമൊന്നുമില്ല, 40 മിനിമം മാർക്ക് മതി. പക്ഷേ ഇപ്പൊ നമുക്ക് തിയറിക്കാണ് 40 എങ്കിൽ നമ്മൾ പ്രാക്ടിക്കലിന് 60 സ്കോർ ചെയ്യണം. നമുക്ക് മൊത്തത്തിൽ ഈ തിയറിയും പ്രാക്ടിക്കലും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടണം. അതാണ് ഈ 40-60 റൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഇപ്പം 50 മാർക്ക് തിയറിക്കും 40 മാർക്ക് പ്രാക്ടിക്കലിനും ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 240 മുകളിലോട്ട് ഇല്ലേ, പക്ഷെ സം ചെയ്യുമ്പോൾ 90 അല്ലേ ഉള്ളൂ, അപ്പൊ ആ കുട്ടി ഫെയിൽ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് 40 ആയാലും കുഴപ്പമില്ല, മറ്റേതിന് 60 വെച്ചിട്ട് സ്കോർ ചെയ്യണം. അല്ലെങ്കിൽ 50 ആയാൽ മറ്റേതിന് ഇഷ്ടമുള്ള, അതായത് മറ്റേത് ഒരു 50 മുകളിലോട്ട് സ്കോർ ചെയ്യണം. അപ്പൊ രണ്ടും കൂടി സം ചെയ്യുമ്പോൾ എങ്ങനെയായാലും 100 കിട്ടണം. പക്ഷെ എന്ന് വെച്ചിട്ട് 70-30 ആവുമ്പോൾ നമ്മൾ പാസ് ആവില്ല, മിനിമം 40 വേണം. അപ്പം ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സോറി, പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് നമ്മൾ ഒരാൾ ഫെയിൽ ആയോ അല്ലെങ്കിൽ പാസ്സായോ എന്ന് നോക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ലേറ്റർലി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അന്നത് എനിക്ക് അറിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി പോയി. കാരണം നമുക്ക് ഒരു ഇയർ ബാക്ക് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഇയർ ബാക്ക് എന്നുള്ള സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഫെയിൽ ആയാൽ, അത് നമ്മൾ യൂണിവേഴ്സിറ്റി ഫെയിൽ ആയി, അപ്പൊ നമുക്ക് സേ എക്സാം എഴുതാൻ പറ്റും. സേ എക്സാം എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ നടക്കുന്ന വേറൊരു എക്സാം ആണ്, സപ്ലിമെന്ററി എക്സാം. അതും കൂടി നമ്മൾ ഫെയിൽ ആയാൽ, 2 എക്സാം അടിച്ച് ഫെയിൽ ആയാൽ നമ്മൾ ഇയർ ബാക്ക് ആവും. അതായത് നമ്മൾ ആ വർഷത്ത് ആ ക്ലാസ് തന്നെ വീണ്ടും ഒരു വർഷം ഇരിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സെക്കൻഡ് ഇയറിലോട്ട് പ്രവേശിക്കും, നമ്മൾ സ്റ്റിൽ ഫസ്റ്റ് ഇയറിലായിപ്പോ. ഇതേ സംഭവം ഫൈനൽ ഇയറിലും ഇതുപോലെ തന്നെ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ഫൈനൽ ഇയറിൽ തന്നെ ആയിരിക്കും. അപ്പം ഔട്ട്സൈഡൻസിലോട്ട് പ്രവേശിക്കാൻ പറ്റൂല. അപ്പൊ ഈ ഇയർ ബാക്ക് എന്നാണ് ഈ 2 ഇയറിലാണുള്ളത്. അതിന് നടുക്ക് നമുക്ക് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ ഏതെങ്കിലും പേപ്പർ പോയാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് ഇയറിൽ വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതിയെടുത്താൽ മതി. പക്ഷെ ഫസ്റ്റ് ഇയറിലും ഫൈനൽ ഇയറിലും അങ്ങനെയല്ല, ഇയർ ബാക്ക് ഉണ്ട്. ഇയർ ബാക്ക് അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയും ഏതെങ്കിലും ഒരു പേപ്പർ, ഏതെങ്കിലും ഒരു സബ്ജക്ട് പോയാലും നമ്മൾ ഇയർ ബാക്ക് ആവും. 3 സബ്ജക്റ്റും പോകണമെന്നില്ല, ഏതെങ്കിലും ഒരു സബ്ജക്ട് പോയാലും നമ്മൾ ഇയർ ബാക്ക് ആവും. അതായത് ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി എഴുതി കിട്ടിയില്ല, നമ്മൾ സേ എക്സാമും കൂടി എഴുതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇയർ ബാക്ക് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതിപ്പോഴത്തെ പുതിയ നിയമത്തിൽ അല്ലെ പുതിയ സർക്കുലറിൽ വരുന്ന ഒരു കാര്യമാണ്. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങളിപ്പം MBBS ജോയിൻ ചെയ്തു, നിങ്ങൾ യൂണിവേഴ്സിറ്റി എഴുതി, നിങ്ങൾക്ക് അത് കിട്ടിയില്ല, സേ എക്സാമും കിട്ടിയില്ല, നേരെ മറിച്ച് നിങ്ങൾ ഒരു തൊട്ട് മുമ്പത്തെ ബാച്ചിലോട്ട്, അതായത് നിങ്ങൾ ഒരു വർഷം ഇയർ ബാക്ക് ആയി, വീണ്ടും നിങ്ങൾ അതിന്റെ യൂണിവേഴ്സിറ്റി ആ ഒരു വർഷം ഇരുന്ന് യൂണിവേഴ്സിറ്റി എഴുതി കിട്ടിയില്ല, വീണ്ടും അതിന്റെ ഒരു സേ എക്സാം എഴുതി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഔട്ടാവും. അതായത് നമുക്ക് ഒരു എക്സാം ഒരു സബ്ജക്ട് നമുക്ക് 4 തവണ മാത്രമേ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 4 തവണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്പിയർ ചെയ്യാം. ഒരു വർഷത്തിന് തന്നെ യൂണിവേഴ്സിറ്റിയും സേവ് എഴുതണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് 4 യൂണിവേഴ്സിറ്റി ആയിട്ട് എഴുതാം. 4 വർഷം നിങ്ങൾക്ക് ഇന്ന് 4 യൂണിവേഴ്സിറ്റി ആയിട്ട് എഴുതാം. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ MBBSന്റെ ഡ്യൂറേഷനും നമ്മൾ ഇത്ര വർഷം കൊണ്ട് കംപ്ലീറ്റും ചെയ്യണം. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഒരു വർഷത്തെ സെയിം യൂണിവേഴ്സിറ്റിയും നമ്മൾ എഴുതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത യൂണിവേഴ്സിറ്റി എഴുതാം, ഇനി അടുത്ത എഴുതണമെന്നില്ല, അതിന്റെ അടുത്ത യൂണിവേഴ്സിറ്റി എഴുതാം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ എഴുതാം. പക്ഷെ നിങ്ങൾക്ക് 4 തവണ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 4 തവണ നിങ്ങൾക്ക് ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സ് ഔട്ടാവും. വീണ്ടും നമ്മൾ നീറ്റ് എഴുതിയെടുത്ത് പഴയ പോലെ തന്നെ തിരിച്ചു വരേണ്ടി വരും. പിന്നെ നിങ്ങളപ്പം വിചാരിക്കുന്നത് 4 യൂണിവേഴ്സിറ്റി എഴുതാം, പക്ഷെ നമ്മൾ മൊത്തത്തിൽ MBBS ഡ്യൂറേഷൻ 10 വർഷത്തിനുള്ളിൽ തീർക്കുകയും വേണം. അപ്പം ഇങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതും എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ 4 വർഷത്തിൽ നമുക്ക് ഇൻ കേസ് നമ്മൾ കോഴ്സ് ഒന്ന് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മൾ മേഴ്സി ചാൻസിനൊക്കെ വേണ്ടി കോടതിനെ സമീപിക്കണം. ഇപ്പൊ കോടതി മേഴ്സി ചാൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്റെ ക്ലാസ്സിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള കുട്ടിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സീരിയസ് ആക്കി എടുത്ത് പഠിക്കേണ്ട ആവശ്യമാണ്. ഞാൻ പേടിപ്പിക്കാൻ പറയല്ല, പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ. അപ്പം അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പം ഇത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കഴിവതും അതത് ബാച്ചിൽ പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല, കാര്യമൊന്നും അല്ല കേട്ടോ. നമുക്ക് കുറച്ചൊരു എഫേർട്ട് എടുത്താൽ തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റും. എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് പഠിച്ചാലൊക്കെ ശരിയാവൂലേ? അത് അത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ, അതായത് നമ്മൾ വലിയ എന്തുവാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല.
ഒരു ഏവറേജ് സ്റ്റുഡൻറ്, ബിലോ ഏവറേജ് സ്റ്റുഡൻസിന് പോലും പഠിച്ച് പാസ്സാവാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ അതിനുള്ള ഒരു എഫേർട്ട് എടുക്കണം. നമ്മൾ എൻട്രൻസിന് ഇരുന്ന പോലെയാണോ എന്ന് വെച്ചാൽ എൻട്രൻസിന്റെ ലൈഫ് അല്ല ഇപ്പോഴത്തെ ലൈഫ്. ഏതാ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടാവും ഇവിടെയായിരിക്കാം. കാരണം അവിടെ നമ്മൾ കുറെ സമയം ഇരുന്ന് പഠിക്കും, പക്ഷെ ഇവിടെ നമ്മൾ കുറെ എഫേർട്ട് എടുക്കും. അത് ആക്ച്വലി നമുക്ക് എൻട്രൻസിന്റെ ആണെങ്കിൽ നമുക്ക് തീരും, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് തീരും നമുക്ക്. പക്ഷെ ഇത് തീരില്ല. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ കുറച്ചുകൂടി സ്ട്രെസ് എവിടെയാണ്, പ്രഷർ അവിടെയാണ്. നമുക്ക് ഇങ്ങനെ അത് റാങ്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം, നമ്മൾ റാങ്ക് കുറഞ്ഞു പോകുമ്പോൾ അപ്പൊ അതൊരു പ്രഷറാണ് നമുക്ക്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പഠിച്ചൊന്നും തീരൂല. അപ്പൊ നമുക്ക് ഇതൊരു സ്ട്രെസ്സാണ്. വ്യത്യാസമൊന്നുമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്. അത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ട് മാറും. അപ്പം ഇതൊക്കെയാണ് എക്സാംസും ബാക്കി കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന അറ്റൻഡൻസ് ആണ്. സോ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആസ് പെർ യൂണിവേഴ്സിറ്റി റൂൾ 75% ഇൻ തിയറി ആൻഡ് 80% ഇൻ പ്രാക്ടിക്കൽ ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ എന്റെ കോളേജുകാർ എന്താണെന്നുള്ളത് 2 വെച്ചിട്ട് അവർ കൂട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചില കോളേജിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ 75 ഇൻ തിയറി 80% ഇൻ പ്രാക്ടിക്കൽ ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആയിരിക്കും 80% അല്ലെങ്കിൽ 75% പോരെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ സബ്ജക്ട് ഫസ്റ്റ് ഇയറിൽ കുഴപ്പമില്ല, പിന്നെ കുറച്ചുകൂടി നമുക്ക് സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് നിങ്ങൾ ക്ലിനിക്കൽ സബ്ജക്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ആ സമയം വിചാരിക്കും ഇത് ഈ വർഷത്തെ സബ്ജക്ട് അല്ലല്ലോ, ഫൈനൽ ഇയറിന്റെ സബ്ജക്ട് അല്ലേ, സോ ക്ലിനിക്സ് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് പോയി ഫൈനൽ ഇയറിലോട്ട് പോകുന്ന സമയത്തേക്ക് നമുക്ക് മനസ്സിലാവുക നമുക്കൊരു 20% മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഫൈനൽ ഇയറിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര കോമ്പൻസേറ്റ് ചെയ്ത ഒരു 60 അല്ലെങ്കിൽ ഒരു 70 ഒക്കെ മാക്സിമം വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഷോർട്ടേജിൽ വരും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ലാസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചില സബ്ജക്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓർത്തോപെഡിക്സിന് എന്റെ ക്ലാസ്സിൽ ഒരു മാസത്തിൽ 2 ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഈ 2 ക്ലാസ്സിൽ ഒരു ക്ലാസ് ലീവ് എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി. അപ്പൊ ഈ ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ഷോർട്ടേജിലായിരിക്കും. കാരണം നമുക്ക് പറയാം നമ്മൾ ഒരു ക്ലാസ് അല്ലേ ലീവ് എടുത്തുള്ളൂ, പക്ഷെ അവര് നോക്കുന്നത് ഹവർ ആണ്. അപ്പം ഇത്ര മണിക്കൂർ നമ്മൾ ലീവ് എടുത്തു. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഷോർട്ടേജ് പെടും. അപ്പൊ എപ്പോഴും എന്ന് പറയുന്നത് മാക്സിമം ലീവ് എടുക്കാതിരിക്കുക. നോക്കിയും കണ്ടും മാത്രം ലീവ് എടുക്കുക. കുറച്ച് വയ്യെങ്കിൽ മാത്രം ക്ലാസ് പോകാതിരിക്കാൻ മതി. അല്ലാതെ വെറുതെ കട്ട് ചെയ്ത് ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങുന്ന സ്വഭാവം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ അന്ന് സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു ഈ മെഡിസിൻ പോസ്റ്റിങ്ങിനൊന്നും ഞാൻ പോവില്ല. കാരണം മെഡിസിൻ സർജറിക്കൊന്നും പോവില്ല. കാരണം അത് തേർഡ് ഇയറും അല്ല ഫൈനൽ ഇയർ സബ്ജക്റ്റ് അല്ലേ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പോവാതിരുന്നോണ്ട് ഇപ്പൊ ഞാൻ അധികം ഷോർട്ടേജ് ഇല്ല, ഞാൻ കുറച്ചുകൂടി കോമ്പൻസേറ്റ് ചെയ്തു ഈ വർഷം. പക്ഷെ എന്നാൽ പോലും നമ്മളെല്ലാരും ഒരു 80 റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത്. ഈ വർഷം ലീവ് എടുക്കാൻ പറ്റില്ല. ഈ വർഷം ലീവ് എടുത്താൽ നേരെ 70 പോകും. അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ഇതിന്റെ പ്രാക്ടിക്കലിലൊക്കെ പോകട്ടോ. എല്ലാ പ്രാക്ടിക്കലിലും അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കൽ അറ്റൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവർക്ക് ഇട്ട് തരാനൊന്നും പറ്റൂല, കാരണം ഡെയിലി അറ്റൻഡൻസ് അയക്കുന്നുണ്ട് ഇവർ യൂണിവേഴ്സിറ്റിക്ക്. പിന്നെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സാറുമാർ പിന്നും സഹതാപന്തവും നമുക്ക് അറ്റൻഡൻസ് ഇട്ട് തരും. പക്ഷെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ആളുകൾക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരവിടെയും നമ്മൾ ചൂഷണം ചെയ്യും. നമ്മൾ മാക്സിമം നമ്മൾ അവിടെയും പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കും. നമ്മൾ അറ്റൻഡൻസ് കുറഞ്ഞാല് നമുക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി പറയും. എന്നാലും അവർ അറ്റൻഡൻസ് ഇട്ട് തരുള്ളൂ എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ വെറുതെ എന്തിനാ നമ്മൾ ആ പൈസയും കൂടി കളയുന്നത്, നമ്മൾ ക്ലാസ് കയറാന്നാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു MBBS കരിക്കുലം എന്ന് പറയുന്നത്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ഇയർ ബാക്ക് അല്ലെങ്കിൽ കോഴ്സ് ഒന്ന് ഔട്ട് ആവുമെന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും ഈ ഒരു കോഴ്സിനെ നമ്മൾ സീരിയസ് ആക്കി എടുത്തിട്ടില്ല എങ്കിൽ മാത്രമേ നമുക്കത് സംഭവിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് 1-2 കുട്ടിക്ക് മാത്രമേ സംഭവിച്ചുള്ളൂ. അതൊരു എക്സെപ്ഷൻ കേസ് ഒക്കെയാണ്. അല്ലാതെ എക്സെപ്ഷൻസ് ആർ നോട്ട് ആൻ എക്സാമ്പിൾ എന്നല്ലേ. പക്ഷെ നിങ്ങൾ അത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് പഠിച്ചു പോവുക. നമുക്കൊക്കെ പഠിക്കാൻ ഒരു സാധാരണ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഇയർ കുറച്ച് നമ്മൾ സമയം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്, മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയില്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആണെങ്കിൽ കാണാം. അതുവരെയും